ഒട്ടുമിക്ക എല്ലാവരും കണ്ട സിനിമയായിരിക്കും 1981 റിലീസ് ചെയ്ത ഈവിൾ ഡെഡ് എന്ന ഹൊറർ സിനിമ. പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1978, വിത്തിൻ ദ വുഡ്സ് എന്ന പേരിൽ സാം റെയ്മി ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ഏകദേശം ഈവിൾ ഡെഡുമായി സാമ്യമുള്ള സ്റ്റോറി തന്നെയാണ് അതിലും പറയുന്നത്. ഓഫ്കോഴ്സ് ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് മൂവി. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫിലിമിന് ഒരു നല്ല ക്വാളിറ്റിയുള്ള കോപ്പി എവിടെയും അവൈലബിൾ അല്ല. ആകെയുള്ളത് യൂട്യൂബിലുള്ള ക്വാളിറ്റി കുറഞ്ഞ കോപ്പിയാണ്. കുറച്ച് കൂട്ടുകാർ ചേർന്ന് കാടിനകത്തുള്ള ഒരു ക്യാബിനിലേക്ക് യാത്ര പോകുന്നതാണ് നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റുന്നത്. അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു പുരാതനമായ ശവകുടീരം നശിപ്പിക്കുന്നു. ഇതിന് ഫലമായി അവിടെയുള്ളവരൊക്കെ സോംബികളായി മാറുന്നു. ഈവിൾ ഡെഡ് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്രൂസ് കാമ്പൽ ഈ സിനിമയിലുമുണ്ട്. പക്ഷേ പ്രധാന കഥാപാത്രം എലൻ എന്നു പേരുള്ള മറ്റൊരു കഥാപാത്രമാണ്. ആകെ 30 മിനിറ്റുള്ള ഈ ഷോർട്ട് ഫിലിം ഇപ്പോഴുള്ള കോപ്പികളുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ സിനിമയുടെ കഥയൊന്നും മനസ്സിലാകാത്ത രീതിയിലാണ് ഉള്ളത്. ഈ ഷോർട്ട് ഫിലിം കാണിച്ചാണ് സാം റെയ്മിക്ക് ഈവിൾ ഡെഡ് എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയത്. ഈ ഷോർട്ട് ഫിലിമിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ആണ് 5/2 സ്റ്റാർസ്. ഇതുപോലെയുള്ള റിവ്യൂകൾ ഇനിയും ലഭിക്കാനായി മറക്കാതെ എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സെല്ലുലോയിഡ് മാൻ.